അങ്ങനെ ബോഡി ഒന്ന് ഫ്രീ ആയോ? ഉണ്ട്. നിങ്ങൾ എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് എനർജി ഫീൽ ചെയ്തു. എനിക്ക് മുഴുവനായി കാലിലേക്ക് എന്തോ ഇറങ്ങി വരുന്ന പോലെ ഫീൽ ചെയ്തു. ഡോക്ടറിനോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ മനുഷ്യനെന്ന് ചോദിച്ചു. ഏതായാലും ചാവും സാറേ, കോട്ടയം. അത് കഴിഞ്ഞ് അവിടുന്ന് ഇത് വരാനുണ്ടായ കാരണം മറ്റൊരാളെ ഇതേപോലെ ക്ലിയർ ചെയ്ത് കൊടുത്തതാണ്. എനിക്ക് രണ്ട് കൈയാണ്. ഒരു കൈ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും, മറ്റേ കൈ കൊണ്ട് ഞാൻ നിഗ്രഹിക്കുകയും ചെയ്യും. അഘോര മന്ത്രങ്ങൾ അഘോരമൂർത്തികളെയാണോ ഉപയോഗിക്കുക? അഘോരം എന്നുള്ളൊരവസ്ഥ അതിപ്പോൾ ആരെയും അഘോരമാക്കാം, ഗൗരവമാക്കാം. തമാശ കളിക്കാനും തമാശ പറയാനും വിളിക്കുമ്പോൾ അത് ആദ്യം പറഞ്ഞിട്ട് വേണം, വെറുതെ ചൊറിയരുതെന്ന് പറയും. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥിയെ അബാക് മീഡിയയിലെ പ്രേക്ഷകർ 2-3 എപ്പിസോഡുകളിലായി കണ്ടിട്ടുള്ളതാണ്. ദിബു സ്വാമിയാണ്. സ്വാമി നമസ്കാരം. ഞാന് എന്തുകൊണ്ടാണ് വീണ്ടും ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റാണ്. ഒന്ന്, പൂജകൾ ചെയ്ത് പ്രശ്നങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്, നടക്കുന്നതാണ്, ആളുകൾ ചെയ്യുന്നതാണ്. ആ മേഖലയിൽ വലിയ തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഒരുപാട് പേർ പൂജ ചെയ്ത് കൊടുക്കാം, ഇത്ര രൂപ അക്കൗണ്ടിലേക്ക് ഇടൂ എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് ഒരു പരിഹാരവും കിട്ടുന്നില്ല. പക്ഷെ അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പരിഹാരത്തിന് ശേഷം പൂജ ചെയ്താൽ മതി എന്നുള്ളതാണ്. എങ്ങനെയാണത് സാധ്യമാകുക? പരിഹാരത്തിന് ശേഷം പൂജ എന്നുള്ളതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടിന് നിങ്ങൾക്ക് മാറ്റം വരുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാതെ, അതിലെന്തെങ്കിലും ഒരു മാറ്റം കാണിക്കാതെ നിങ്ങൾക്ക് പൂജ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് പൂജ ചെയ്യുന്നത്? ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുക? അയാൾ നമ്മളെ തേടി വരുന്നത് എന്തിനായിരിക്കും? ഞാനിപ്പം നോർമലായിട്ട് ജോലിക്ക് പോകുന്ന, അതായത് സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ എന്നെ തേടി ആരും വരില്ലല്ലോ. ഞാൻ ഈ ഒരു കർമ്മത്തിൽ ഇരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് എന്നെ തേടി ആൾ വരുന്നത്. ശരി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഒരാൾ താങ്കളുടെ മുന്നിലേക്ക് വന്നു എന്നിരിക്കട്ടെ, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, താങ്കളത് പരീക്ഷിക്കാനാണ് വന്നത്, താങ്കൾക്ക് മനസ്സിലാവുമോ? അത് മനസ്സിലാവേണ്ടതാണ്. ഇതുവരെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതിനെ കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം നമ്മൾ ഈ നോക്കുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്ത ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഇടയിലുണ്ടാവും. ഇപ്പം വീട്ടിൽ സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താവുമ്പോൾ സ്വാഭാവികമായിട്ടും കച്ചറകൾ വേണം, നിർബന്ധം. അല്ലെങ്കിൽ ആ ബന്ധത്തിനൊരു ശാശ്വതമായ ഒരു അവസ്ഥയിലല്ല ആ ബന്ധം പോകും. അഭിനയമായിരിക്കും. അതെ, അടിപിടിയും കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ബന്ധത്തിന് സ്നേഹം എന്ന് പറയുന്നതിനൊരു സ്ഥാനമുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതിന്റെ പുറമെ നമ്മളിപ്പോൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ല വീട്ടിൽ കശപിശ നടക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ ഈ ഡേറ്റിന്റെ ടൈം, നമുക്ക് ഈ സ്ത്രീകൾക്കൊക്കെ ഡേറ്റ് എന്ന് പറഞ്ഞ പീരീഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ ചിലപ്പം മാറി വരുന്നു. ചിലർക്ക് അത് ബ്ലഡിന്റെ പുറമെ വേറെ പല പ്രശ്നങ്ങളും ഡിസ്ചാർജ് ആവാറുണ്ട്. അത് ദോഷം കൊണ്ടാണോ? ദോഷം കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ദോഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പോലും അതിന് മാറ്റങ്ങൾ, ചില മരുന്നുകളോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മാറ്റം വരാറുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഒരു വേദന, ഇപ്പം കണ്ണൂരുള്ള ഒരു സ്ത്രീ, മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് എത്രത്തോളം നമ്മുടെ ഈ കർമ്മത്തിന് വിശ്വാസം ഉണ്ടാകുമെന്ന് അറിയാം. അപ്പോൾ അവർക്ക് ഇതേപോലെ കഴുത്തിന് വേദനയാണ്, കഴുത്തൊരു ഭാഗത്തേക്ക് അനക്കാൻ പറ്റില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അവർ പലയിടത്തും പോയിട്ടുണ്ടെന്ന് പറയുന്നു, ഒരുപാട് പൈസയും ചിലവായിട്ടുണ്ട്, ഇപ്പം ഗതിയില്ലാതെ നിൽക്കുന്നൊരു സമയം. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വേദനയാണ്, കാലിന് വേദനയാണ്, കഴുത്തിന് വേദനയാണ്. ഫോണിലൂടെ തന്നെ കുറച്ചു നേരം നിന്ന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ വേദന മാറി. എന്താ ചെയ്യാൻ പറഞ്ഞത്? അത് ഓരോരുത്തർ വിളിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ ചുമ്മാ കണ്ണടച്ചിരിക്കാനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ തലേന്നൊരു മുടി പറിച്ചു കളയാനായിരിക്കും പറയാ. അത് ആ സമയത്ത് എങ്ങനെയാണ് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം. കാരണം ഒരാളുടെ പ്രശ്നം ഫോണിലൂടെ ആണെങ്കിലും പറഞ്ഞാൽ താങ്കൾക്ക് അത് ദോഷം കൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാവുന്നതാണോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കലശലായ നടുവേദനയാണ്. കഴിഞ്ഞ കുറെ 10-20 ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ്. സത്യസന്ധമായി പറയാം. ഞാൻ ഇന്നലെ 3-4 ദിവസമായി കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരുന്നു, യാത്രയായിരുന്നു. VS അച്യുതാനന്ദന്റെ വിലാപയാത്രയ്ക്കൊപ്പമായിരുന്നു വാർത്താ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട്. എനിക്ക് ഇന്ന് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ്. നോക്കി ഞാൻ ബാക്കിൽ സപ്പോർട്ടിങ്ങിന് ഒരു പില്ലോയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് സാധാരണ ഞാൻ മടിയിൽ വെക്കുന്ന പില്ലോയാണ്. അത് ദോഷം കൊണ്ടാകുമോ എന്റെ ശാരീരിക പ്രശ്നം? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഉറപ്പായിട്ടും. ഇപ്പോൾ ആണോ? ഉറപ്പായിട്ടും പറ്റുമെങ്കിൽ ഞാൻ പരീക്ഷിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ സത്യസന്ധമായി പറയുന്നതാണ്. ഒന്ന് അടുത്തേക്ക് വരാമോ? പിന്നെന്താ, ബോഡിയിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ട്
ആയിട്ടൊന്നുമില്ല. എവിടെയെങ്കിലും തരിപ്പോ അരിക്കണ മാതിരിയോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടോ? എന്താ അത് ഈ കണ്ണടച്ചിരിക്കുന്നോണ്ടാന്ന് അറിയില്ല, എന്തോ ഒരു എനർജി ഫ്ലോ ഉണ്ടാവില്ലേ, ആ അങ്ങനെ ഒരു സംഭവം. ഇതിപ്പം സാധാരണ ഇപ്പം വെറുതെ ഒന്ന് കണ്ണടച്ചിരിക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ എത്ര നേരം കണ്ണടച്ചിരിക്കുന്നുണ്ട് ഓരോ ദിവസം. അപ്പോഴൊന്നും തോന്നാത്തൊരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, കാലിനാ ഇറങ്ങണത് നിന്ന് കഴിഞ്ഞ് ഒന്ന് പറയണേ. ഒന്ന് അനങ്ങി നോക്കാവോ? കണ്ണു തുറന്നോ, ഒന്ന് അനങ്ങി നോക്കിയേ. വേദനയുണ്ട്, പക്ഷെ എന്തോ ഒരു സംതിങ്, ഒരു നടുവിന് ചുറ്റും ഒരു പ്രോസസ് നടന്നു, അതൊരു ഫീൽ എനിക്ക് കിട്ടി. വേദനയുണ്ട് എനിക്ക്, അത് പൂർണ്ണമായി വരാമോ? കുറവുണ്ട്. ഒരിക്കലും ഇതേപോലെ തന്നെ നമ്മള് നല്ല പെയിനിലിരിക്കുന്ന സമയത്ത് സൗണ്ട് ഹീലിംഗിന്റെ ഒരു ഇന്റർവ്യൂ, പുള്ളി എന്നോട് നടുവേദന മാറും എന്ന് പറഞ്ഞു. പുള്ളി ഒരു 1 hour സെഷൻ ആയിരുന്നു അത്. പക്ഷെ എനിക്ക് അടുത്തൊരു 3-4 ദിവസം നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. 4 ദിവസം അല്ല, 2 ആഴ്ചത്തോളം. വീണ്ടും അത് വന്നു. അന്നേരത്തേക്കുള്ളൊരു ഹീലിംഗ് മാത്രമായിരുന്നു എനിക്ക് കിട്ടിയത്. നിങ്ങളിപ്പോ ചെയ്യുന്ന പ്രൊസീജിയർ എന്തായാലും, ദിവസ്വാമി ഇപ്പൊ ചെയ്തത് എന്തായാലും എനിക്കറിയില്ല ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്. ബോഡി ഒന്ന് ഫ്രീ ആയോ? ഉണ്ട്. നിങ്ങൾ എന്റെ കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് ആ എനർജി ഫീൽ ചെയ്തു. എനിക്ക് മുഴുവനായി കാലിലേക്ക് എന്തോ ഇറങ്ങി വരുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ ഞാനൊരു വേറൊരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ പോയി. വെക്കുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് വിട്ടിട്ട് അതിനെ ആ എനർജി ഫ്ലോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ല ഞാൻ പറയില്ല. ഞാൻ താങ്കളെ ചെയ്തതിലൊന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഇതിലിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷാവസ്ഥ, ഒരു ചെറിയൊരു വിഷാവസ്ഥന്റെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനോട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് കാര്യം വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അടുത്തെത്തും, പക്ഷെ നമ്മളിലേക്ക് ഇങ്ങോട്ട് എത്താൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഒരു മാറ്റം ഉണ്ടെന്നേ, അങ്ങനെ ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഓക്കെ, ഞാൻ വെല്ലുവിളിക്കല്ല, അപ്പുറമായി പറയാണ്. ഓക്കെ, ഞാനത് ഈ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ട്. മനുഷ്യനിപ്പോ ഇനി എന്ത് തന്നെ ആയാലും അതിനോട് അഡ്ജസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. മേ ബി ആയിരിക്കാം. മനസ്സിലാ, എനിക്ക് വേദനകളുണ്ട്, ഓക്കെ, എനിക്ക് വേദനകൾ ഉണ്ടാവുമ്പം നമ്മളെ ആരും താങ്ങാനില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആ ഒരു അവസ്ഥയിലേക്ക്, വേദനകൾ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും, സ്വാഭാവികമായിട്ടും. ഇപ്പൊ അതും തോന്നലായിരിക്കും. ഇപ്പൊ എന്റെ കാര്യം തന്നെ, എന്നോട് സർജറി വേണമെന്ന് പറഞ്ഞതാ ഡോക്ടർ. അതായത് എനിക്ക് 2 ആഴ്ച ടൈം തന്നതാണ്. എനിക്ക് ഹാർട്ടിന്റെ മുകളിൽ ചെറിയൊരു ട്യൂമർ, 9 കീമോ ചെയ്ത ഒരു ശരീരമാണ്. ഞാനിന്ന് കോഴിക്കോട് നിന്ന് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് അവിടെ വന്നിരിക്കുന്നു. ഇനി എനിക്കൊരു 100 സ്ഥലത്ത് പോകാനുണ്ട്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുന്നു. പിന്നെ ഇപ്പൊ ഡൽഹിയിൽ പോയി വന്നായിരുന്നു, കുംഭമേളയ്ക്ക് പോയി വന്നായിരുന്നു. അത് ഡൽഹി, ആഗ്ര വെള്ളച്ചാട്ടം, താജ്മഹൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളും ഒക്കെപ്പാടെയായിട്ടാണ്, കാശി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. ഇത്രയും ദൂരം, അതായത് ഒരു 5-6 ദിവസം വേണമല്ലോ നമുക്ക് പോയി വരാൻ, പറ്റും ചുരുങ്ങിയത്. അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു. ഇപ്പോ ട്യൂമറിന്റെ അവസ്ഥ എന്താ? അങ്ങനൊരു സാധനമില്ല. അത് കീമോ ചെയ്തുകൊണ്ട് പോയതാണോ? അല്ല, കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു എങ്ങനെയാ സർജറി ചെയ്യേണ്ടി വരിക? ചെറിയ സർജറി ചെയ്യണം. വേറൊരു രീതിയിൽ അന്വേഷിച്ച സമയത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഹാർട്ടാണ്, ഹാർട്ടിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കണം, എന്നിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഡോക്ടറോട് എടുത്ത വഴിക്ക് പറഞ്ഞതെന്താ വെച്ചാൽ, എനിക്ക് എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടിയായിട്ട് ഓടാൻ താല്പര്യമില്ല. ഏതായാലും ഒരു 3500 രൂപ ഞാൻ എൻ്റെ തലണയുടെ അടിയിൽ വെക്കും, അത്ര മതിയാവും. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താ, ഞങ്ങളവിടെ പൊതുശ്മശാനത്ത് അത്രയും പൈസ വരുള്ളൂ, അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ മനുഷ്യൻ തന്നെ ഇല്ല ചോദിച്ചു. ഏതായാലും ചാവും സാറേ, കോട്ടയാണ്. അത് കഴിഞ്ഞു അവിടുന്ന് ഇത് വരാനുണ്ടായ കാരണം മറ്റൊരാളെ ഇതേപോലെ ക്ലിയർ ചെയ്ത് കൊടുത്തതാണ്. കാരണം ഒരുപാട് പേര് ഒരേ സുഹൃത്ത് പറഞ്ഞതാണ്, അയാളുടെ രക്ഷപ്പെടില്ല, ആൾ മരണപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ അറിയുന്ന കുറേ ആൾക്കാർ പറഞ്ഞു, നീ അത് ചെയ്യരുത് ദീപു, ചെയ്ത് കഴിഞ്ഞാൽ അത് നിനക്ക് ബുദ്ധിമുട്ടാണ്, ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. ഒരമ്മ അങ്ങനെ കരയല്ലേ. എൻ്റെ അമ്മ ഇതേപോലെ ആരെന്തെങ്കിലും പോയി അന്വേഷിക്കുമ്പോൾ അവരും കൈമലർത്തി എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ ദോഷങ്ങളെന്ന് വിശ്വസിക്കുന്നവയെ നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ്. സ്വയം ചെയ്യാറുണ്ട്. അത് നമുക്ക് ഫീൽ ആവും. കാരണം നിങ്ങൾക്കിപ്പം ആ ഒരു എനർജി അങ്ങോട്ട് കയറി എന്ന് പറയുന്ന അതേ ഫീൽഡ് നമുക്ക് എന്റെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരും, എന്നിലേക്ക് എടുക്കും. എന്നിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു രീതി തന്നെയാണ്. കാരണം നിങ്ങളുടെ നെഗറ്റീവിനെ ഞാൻ എന്നിലേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവായിട്ടല്ല ഞാൻ എടുക്കുന്നതെന്ന് മാത്രം. മനസ്സിലാ, നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങൾക്ക് വേണ്ടത്ര സാധനം ഞാൻ എടുക്കുന്നത്. പക്ഷെ ഇതൊരു ടൈപ്പ് ഓഫ് മന്ത്രവാദമാണ് ആയിരിക്കും.
ഞാൻ പറഞ്ഞല്ലോ, അഘോര മന്ത്രങ്ങളാണോ ഉപയോഗിക്കുക? അഘോര മന്ത്രങ്ങൾ, അഘോരമൂർത്തികളെയാണോ ഉപയോഗിക്കുക? അഘോരം എന്നുള്ളൊരവസ്ഥ അതിപ്പോ ആരെയും അഘോരമാക്കാം, ഗൗരവമാക്കാം അല്ലേ. നശിപ്പിക്കാനും വളർത്താനും ഈ പൂജാവിധികൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഒരേ മൂടുകാരനല്ല. എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, പല വിഷയങ്ങളുമുണ്ട്. കാരണം മനുഷ്യനായി ജീവിക്കുന്നതോട് മനുഷ്യനായി ജീവിക്കണം, ദേവനായി ജീവിക്കുന്നതോട് ദേവനായി ജീവിക്കണം. അച്ഛന് മകനാണ്, അമ്മയ്ക്ക് മകനാണ്, പെങ്ങൾക്ക് ഞാൻ ആങ്ങളെയാണ്, മറ്റുള്ളവർക്ക് മാമനാണ്, എല്ലാം ആയിട്ട് ജീവിക്കേണ്ട ആളാണ്. അപ്പം എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. എന്നോട് വിളിച്ചും കഴിഞ്ഞിട്ട് തമാശ കളിക്കാനും തമാശ പറയാനും വിളിക്കുമ്പോൾ അത് ആദ്യം പറഞ്ഞിട്ട് വേണം, വെറുതെ ചൊറിയരുതെന്ന് പറയും. അപ്പം ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് രണ്ട് കൈയാണ്. ഒരു കൈ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും, മറ്റേ കൈ കൊണ്ട് ഞാൻ നിഗ്രഹിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അതിൽ നിൽക്കരുതെന്ന് തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചുമ്മാ തമാശ പറയും. ഇപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്, അപ്പം വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ കുറച്ചു നേരം സ്വാമീൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ആളുകളുടെ നമ്പർ തരാൻ വരെ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്? ഉണ്ടോ? ഉണ്ട്. ഈ കണ്ണിന്റെ നിറം മാറ്റം ജന്മന ഉള്ളതാണോ? ഇതായിരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ എനിക്ക് ഓടാറുണ്ട്. ഓ, അതിപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ് ഈ കാട്ടിൽ കയറുക എന്ന് പറയുന്നത്. അതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അല്ല, അതിന്റെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുകയാണ്. ഓ, അതുകൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടിരിക്കാനാണ്. കാരണം ഈ മഷിയൊക്കെ കാണുമ്പോൾ ആരും കണ്ണിലേക്ക് വല്ലാണ്ട് ശ്രദ്ധിക്കില്ല, ഹൃദയം വിട്ടു പോക്കോളും. പക്ഷെ അങ്ങനെയാണെന്നോ? എനിക്ക് തോന്നുന്നത് ഈ കൺമഷി എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കാനാണ് തോന്നുന്നത്. എന്തോ എഴുതണം എന്നുള്ളത് എനിക്ക് തോന്നിയതാണ്. എനിക്കത് എഴുതണം എന്നുള്ള നിർബന്ധം. കാരണം പലപ്പോഴും ഞാനത് അനുഭവത്തിലുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ പോയി പെടും. അപ്പൊ അത് എന്തിനാ ഞാൻ ഈ പ്രശ്നത്തിൽ പെട്ടെന്ന് ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, കാരണം ഇപ്പം നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ തോന്നലുകളാണ്. അത് ശരിയാവുന്നത് ആ ദേവതാ സാന്നിധ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കും. ഓക്കെ.